യെസ്, പ്രമോദ് രാമൻ വീണ്ടും ചേരുന്നു. പ്രമോദ് സാർ, ഇവിടെ നമുക്ക് ചില കാലങ്ങൾ അത് ഒരു തരത്തിലും മറക്കാൻ പറ്റില്ല. VS-നെ പോലെ തന്നെ ഓർത്തിരിക്കുന്ന പല കാലങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് കേരളത്തെ ചുവപ്പിച്ച ചില ചരിത്ര വർഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ 2006 തെരഞ്ഞെടുപ്പാണ്. അത്ര ഭൂരിപക്ഷത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പോൾ ആ ഒരു തലമുറയെ ചുവപ്പിലേക്ക് ആകർഷിക്കാൻ, ഇല്ലെങ്കിൽ ചുവപ്പെന്ന് തോന്നലുണ്ടാക്കാൻ VS-നെ പോലൊരു നേതാവിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ധന്യ, VS എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു വിപ്ലവ നക്ഷത്രമാണ് എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ നമുക്ക് സംഭാവന ചെയ്ത ധാരാളം നേതാക്കളുണ്ട്. ആ നേതാക്കളിൽ പലർക്കും പല വിധത്തിലുള്ള സവിശേഷതകളും നമ്മൾക്ക് കാണാൻ കഴിയും. EMS-ന് ആശയ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം സംബന്ധിച്ച അദ്ദേഹം എന്നും നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ പൊളിച്ചെഴുത്തലുകൾ, അദ്ദേഹത്തിന്റെ തന്നെ അന്വേഷണങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ കൂടിയായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ AKGയെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ AKG ഒരു സൈദ്ധാന്തികനായിരുന്നില്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് സമരം നയിച്ച ഒരു നേതാവായിരുന്നു. ജനങ്ങൾക്കിടയിൽ സദാസമയം ഉണ്ടാവുക, സമരം നയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നത്. പാർലമെന്റ് അംഗമായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ച രാജ്യത്തിന് തന്നെ പ്രതിപക്ഷ നേതാവായ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അദ്ദേഹത്തെ മാനിക്കുന്നതും ഓർമ്മിക്കുന്നതുമെല്ലാം AKGയുടെ ജനങ്ങൾക്ക് ഇടയിലുള്ള സമരത്തിലൂടെയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയാണ്. VS-ന് നമ്മൾ മുന്നിൽ കാണുമ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇനി EK നായനാർ ഒരു ഭരണാധികാരി എന്ന നിലയിൽ EK നായനാർ എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നു. EK നായനാർ ഒരു നർമ്മത്തിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു EK നായനാർ എന്ന് നമ്മൾ പറയേണ്ടി വരും. പിന്നെ എന്നാൽ VS-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്ന വിശേഷണമാണ്. വിപ്ലവ നക്ഷത്രമായിരുന്നു. ഇതിലേക്ക് നയിക്കുന്ന, ഇതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ മുമ്പുള്ള തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഒക്കെ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2000-ന് ശേഷം ജനിച്ച ഏതൊരാൾക്ക് പോലും VS എന്ന രണ്ടക്ഷരം പറഞ്ഞാൽ ഓർമ്മ വരും. എന്താണ് VS എന്തായിരുന്നു എന്ന് ഓർമ്മ വരും. കാരണം അവരുടെ ഓർമ്മയിൽ പോലും VS ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സദാകാലത്തും സദാസമയവും ഒരു വിപ്ലവ സാന്നിധ്യം എന്ന നിലയിൽ കാണാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് ഇന്ന് നമുക്ക് നഷ്ടമാകുന്നത്. ഈ കണ്ണേ കരളെ VS എന്ന് പറയുന്നത് പാവങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമാണ് എന്ന് നമുക്കറിയാം. ആ മുദ്രാവാക്യത്തിന് അതിൻ്റെ തന്നെ അടിസ്ഥാന ചോദനകളുണ്ടായിരുന്നു. അത് വെറുതെ പുറപ്പെടുന്നതായിരുന്നില്ല. അവർക്ക് കണ്ണും കരളും നൽകാൻ തയ്യാറായിട്ടുള്ള, സ്വന്തം ജീവിതം കൊണ്ട് അത് നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു വിപ്ലവകാരിയാണ് VS എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാവുന്നത്. കുട്ടനാട്ടിലെ സമരങ്ങളിലൂടെ ആയാലും, അല്ലെങ്കിൽ അതിനുശേഷം കേരളം ഒട്ടുക്ക് വേണ്ടി വന്നിട്ടുള്ള പലതരത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ആയാലും VS അതായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നിന്ന കാലഘട്ടത്തിൽ പോലും, ഈ 5 വർഷത്തിൽ പോലും അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഈ വിപ്ലവ പാരമ്പര്യം അല്ലെങ്കിൽ പോരാട്ടത്തിനുള്ള അദ്ദേഹത്തിന്റെ ഉന്മുഖത്വം അതൊരിക്കലും അദ്ദേഹം കൈവിട്ടിട്ടില്ല. എന്തിനോടും അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ വിപ്ലവ വീര്യം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാല്യം തൊട്ട് വളർന്നു വരുന്നതാണ്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അമ്മയ്ക്ക് വസൂരി വന്ന സമയം, അദ്ദേഹത്തിന് 4 വയസ്സ് അങ്ങാനും ആയിരുന്നു ആ സമയത്ത്. വസൂരി വന്ന് ആ കാലഘട്ടത്തിൽ വസൂരി വന്നയാളെ പാടത്ത് ദൂരെ എവിടെയെങ്കിലും കുടിൽ കെട്ടി അവിടെ ഒറ്റപ്പെടുത്തി അവസാനം അവിടെ തന്നെ തീയിട്ട് കരിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതായിരുന്നു രീതി എന്നാണ്. അങ്ങനെ അമ്മയെ അന്വേഷിച്ച VS-ന് അങ്ങനെ ഒരു കുടിലേക്ക് മാറ്റേണ്ടി വന്നു. അമ്മയെ അന്വേഷിച്ച VS-നെ അച്ഛൻ കൊണ്ടുചെന്ന് ദൂരെന്ന് കാണിക്കുകയാണ്. അത് അമ്മ അവിടെയുണ്ട് എന്ന് കാണിക്കുന്ന സമയത്ത് അമ്മ മകനെ കാണാനുള്ള ഉത്സാഹത്തിൽ മകനോട് കൈ കാണിക്കുകയും അങ്ങനെ ദൂരെ നിന്ന് അമ്മയെ അവസാനമായി കണ്ടതും VS-ന്റെ മനസ്സിലുള്ളതായി അദ്ദേഹം പിന്നീട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ കുടിലും അങ്ങനെ ആ നിലയ്ക്ക് അഗ്നിക്കിരയായി പോവുകയായിരുന്നു. അപ്പോൾ പിന്നീട് അച്ഛനായിരുന്നു എല്ലാം. അച്ഛനെയും നഷ്ടപ്പെട്ടപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അതുവരെയും ദൈവവിശ്വാസിയായിരുന്ന ബാലൻ, ദൈവമുണ്ടെങ്കിൽ ഞാനിങ്ങനെ അനാഥനായി പോവുമായിരുന്നില്ലല്ലോ
എന്ന് മനസ്സിലാക്കി പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് വരുന്നതും ഒക്കെ എന്ന് അദ്ദേഹം തന്നെ പലയിടത്തും ചില സൂചനകൾ നൽകിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വളരെ ഒറിജിനലായിട്ടുള്ള മൗലികമായി തന്നെ വളർന്നു വന്ന മൗലികമായി തന്നെ ഉയർന്നു വന്ന ഒരു വിപ്ലവ പ്രതിഭയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു നിലപാട് എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വ്യക്തമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഭരണത്തിലും മറ്റും ഇരിക്കുന്ന സമയത്ത് ഒരു ഇടതുപക്ഷ നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണം നടത്തുക എന്ന് പറയുന്നതിൽ പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും കടന്നു വരും. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ധന്യ. അതായത് അദ്ദേഹം ഭരണത്തിലിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് നൽകാൻ പാർട്ടി തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രിയായത്. അതിന് കാരണമുണ്ടായിരുന്നു, സവിശേഷമായ കാരണമുണ്ടായിരുന്നു. അന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് VS ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ തന്നെ അരുതായികകളെ ചോദ്യം ചെയ്യുന്നതിന് അദ്ദേഹം മടിക്കില്ലായിരുന്നു. അത് ഒരുപക്ഷെ പോലീസിൽ നിന്ന് പോലും പാർട്ടിക്ക് അത് നേരിടേണ്ടി വരുമായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് അന്ന് പാർട്ടി പുലർത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയും ഒരു കാഴ്ചപ്പാടും എല്ലാ കാലത്തും പുലർത്തിയിരുന്ന ഒരാളെ തലമുറകൾ ആരാധിച്ചിട്ടുണ്ട്. തലമുറകൾ ചുവപ്പിന്റെ മുഖമായി കണ്ടിട്ടുണ്ട്. ധന്യ പറഞ്ഞ വളരെ ശരിയാണ്. എല്ലാവരെയും ആവേശം കൊള്ളിക്കാൻ കഴിയും വിധം അദ്ദേഹം ആ ചുവപ്പിന്റെ ഒരു ഉജ്ജ്വലമായ ഒരു ബിംബമായി നമ്മുടെ മുമ്പിലുണ്ട് എന്നത് വളരെ ശരിയാണ്.